വിനോദിനി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. 5.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുഞ്ഞ് കൃത്രിമ കൈയുമായി സ്കൂളിലേക്ക് എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും. കുട്ടിയെ മധുരം കൊടുത്ത് സ്വീകരിക്കുകയാണ്. നമ്മൾ കുറച്ച് മുൻപ് വിനോദിനിയുടെ വിശേഷങ്ങളും വീട്ടുകാരുടെ പറയാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അധ്യാപകരടക്കം കുഞ്ഞിന് വർണ്ണ കടലാസുകളിൽ സമ്മാനങ്ങളൊക്കെ നൽകിയാണ് കുട്ടിയെ സ്വീകരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. പക്ഷേ എങ്കിലും ഇതിൽ ഒരു ദുഃഖത്തിൻ്റെ ലാഞ്ചന കൂടിയുണ്ട്. കാരണം 5.5 മാസം മുൻപ് അവളുടെയോ അവളുടെ വീട്ടുകാരുടെയോ ഒന്നും പ്രശ്നം കൊണ്ടല്ലാതെ കുട്ടിക്ക് ഒരു കൈ നഷ്ടപ്പെട്ടു. അതിന് പിന്നാലെ കൃത്രിമ കൈയുമായിട്ടാണ് കുട്ടി സ്കൂളിലേക്ക് എത്തിയത്. അങ്ങനെ മധുരമൊക്കെ വിനോദിന് തന്നെ മിഠായിയൊക്കെ വിതരണം ചെയ്ത് ടീച്ചർമാർ അധ്യാപകർ കൊടുത്ത ആ വർണ്ണക്കടലാസിലുള്ള പൊതികളൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്ന കാഴ്ച ഇത് കാണുമ്പോൾ നമുക്കൊരു മിക്സഡ് ഇമോഷനാണ്. ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. എങ്കിലും അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നു. അവളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഇപ്പോൾ കുട്ടി നന്നായി പഠിച്ച് വളരട്ടെ, നല്ലൊരു ഭാവി അവൾക്ക് ഉണ്ടാകട്ടെ. 4ാം ക്ലാസ്സുകാരിയാണ്. ഇനിയിപ്പോൾ പരീക്ഷാ കാലമൊക്കെ വരാൻ പോവുകയാണ്. അപ്പം മിടുക്കിയായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി വലിയൊരു വിജയം കൈവരിക്കട്ടെ. വരുമ്പോൾ തന്നെ കൂട്ടുകാർക്കൊക്കെ മിഠായിയൊക്കെ നൽകിക്കൊണ്ടാണ് വിനോദിനി വളരെ സന്തോഷവതിയായിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. കുറച്ച് മുൻപ് വിനോദിനിയുടെ അമ്മ നമ്മളോട് സംസാരിച്ചതും 2 ലക്ഷം രൂപ കിട്ടിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇനിയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പലതാണ്, വിനോദിനിയുടെ ആവശ്യങ്ങൾ പലതാണ്. അതിനൊക്കെയും സർക്കാർ കനിയണം എന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വച്ചിരുന്നു. അതിനും ഒരു അർഹമായ പരിഗണന, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വിനോദിനി അവിടെ സന്തോഷത്തോടെ മിഠായിയൊക്കെ വിതരണം ചെയ്യുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. 5.5 മാസത്തിന് ശേഷമാണ് കുട്ടി ക്ലാസ്സിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നും കുറച്ച് മുൻപ് അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു, ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരുന്നു. ആ കാഴ്ചകളിലേക്ക് സച്ചിനുണ്ട്. സച്ചിൻ, അങ്ങനെ വിനോദിനിയെ നമ്മൾ രാവിലെ വീട്ടിൽ വെച്ച് സ്കൂളിൽ പോകാൻ റെഡിയായി സുന്ദരിക്കുട്ടിയായി നിൽക്കുന്ന വിനോദിനിയെ നമ്മൾ കണ്ടിരുന്നു. വിനോദിനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടു. സ്കൂളിലെത്തി കൂട്ടുകാർക്കൊക്കെ മിഠായിയും കൊടുത്ത് അധ്യാപകർ കൊടുത്ത് ആ വർണ്ണക്കടലാസിലെ സമ്മാന പൊതിയൊക്കെ വാങ്ങിച്ച് ഹാപ്പിയാണല്ലേ? തീർച്ചയായും സേതു, സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 5.5 മാസത്തിന് ശേഷമാണ് വിനോദിനി തിരികെ സ്കൂളിലേക്ക് എത്തുന്നത്. വിനോദിനിയെ കൈയടിച്ചുകൊണ്ടാണ് പിഞ്ചുകുട്ടികളായുള്ള സഹപാഠികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം വിനോദിനിയെ സ്വീകരിച്ച് ക്ലാസ്സിലേക്ക് എത്തിക്കുകയായിരുന്നു അധ്യാപകരും. അതേപോലെ തന്നെ നെന്മാറ മണ്ഡലം MLA കെ ബാബു, അതേപോലെ തന്നെ പല്ലശന പഞ്ചായത്ത് സാരഥികൾ തുടങ്ങിയവരെല്ലാം വിനോദിനിയെ സ്വീകരിക്കാൻ വേണ്ടി സ്കൂളിൽ എത്തിയിരുന്നു. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിനോദിനിക്ക് ഒപ്പമുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് സ്കൂളിലേക്കും എത്തിയത്. സ്കൂളിലെത്തിയതിനു ശേഷം ഓരോ ആളുകൾ കൊണ്ടുവന്ന, അതായത് MLA അടക്കം കൊണ്ടുവന്ന മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയാണ് വിനോദിനിയെ. സഹപാഠികൾക്കൊപ്പം സന്തോഷവതിയായി തന്നെയാണ് വിനോദിനി ഇരിക്കുന്നത്. കാരണം ശരി സച്ചിനെ, ഓക്കെ, സച്ചിനിലേക്ക് മടങ്ങി വരാം. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു. വിനോദിനിയും അവിടെ മിഠായിയൊക്കെ കഴിച്ച് MLAക്കൊപ്പം തൊട്ടടുത്ത് ഇരിപ്പുണ്ട്.